ഫോൺ ചോർത്തൽ ആരോപണത്തിൽ പി.വി. അൻവറിനെതിരെ കേസെടുക്കാൻ തെളിവില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. മലപ്പുറം ഡിവൈഎസ്പി ഇതിൽ അന്വേഷണം നടത്തിയെന്നും സർക്കാർ അറിയിച്ചു. ബിനിൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. കോടതി എന്താണ് ഈ വിഷയം വന്ന സമയത്ത് തന്നെ സർക്കാർ അറിയിക്കുമ്പോഴുള്ള മറുപടി? മാർഷൽ പി.വി. അൻവറിനെതിരെ ഫോൺ ചോർത്തൽ ആരോപണമാണ് കോടതിയുടെ മുന്നിലേക്ക് എത്തിയത്. ഇതിൽ അന്വേഷണം വേണമെന്നതായിരുന്നു ആവശ്യം. ആ അന്വേഷണത്തിന്റെ പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. മലപ്പുറം ഡിവൈഎസ്പി ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയെങ്കിലും ഇതുവരെ പി.വി. അൻവറിനെതിരെ കേസെടുക്കാൻ പാകത്തിലുള്ള ഒരു തെളിവും ഉണ്ടായിട്ടില്ല എന്നതാണ് കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ വിശദീകരിച്ചിരിക്കുന്നത്. ഈ ഹർജി തീർപ്പാക്കിയിട്ടില്ല. വേനലവധിക്ക് ശേഷം ഹർജി വീണ്ടും കോടതിയുടെ പരിഗണനയിലേക്ക് വരും. അപ്പോൾ സർക്കാരിന്റെ പൂർണ്ണമായ റിപ്പോർട്ടും വരും. എന്തായാലും ഇപ്പോൾ പ്രാഥമികമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പി.വി. അൻവറിനെതിരെ കേസെടുക്കാൻ തെളിവില്ല എന്നതാണ് സർക്കാർ വിശദീകരിക്കുന്നത്. അല്ല, അപ്പോൾ ബിനിൽ ഫോൺ ചോർത്തിയിട്ടില്ല എന്നുള്ളതാണോ കണ്ടെത്തൽ? അപ്പോൾ അൻവർ അവകാശപ്പെട്ടിരുന്നു ഞാൻ ഫോൺ ചോർത്തിയെന്ന്. പക്ഷെ അദ്ദേഹം പുറത്തുവിട്ടതൊക്കെ ഫോൺ റെക്കോർഡ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള ശബ്ദശകലങ്ങളാണെന്നുള്ളത് വ്യക്തവുമായിരുന്നു. അപ്പോൾ വന്ന കോൾ റെക്കോർഡ് ചെയ്തു എന്നുള്ളതിനപ്പുറത്ത് ഫോൺ ചോർത്തൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണോ കണ്ടെത്തൽ? അഭിലാഷ്, അത് തന്നെയാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ പോലീസിന് വ്യക്തമായിരിക്കുന്നത്. അതായത് ഫോൺ ചോർത്തൽ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഉപകരണത്തിന്റെ സഹായത്തോടു കൂടിയോ അല്ലാതെ സിം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തോ ഒക്കെയാണ് ഈ ഫോൺ ചോർത്തൽ നടത്തുന്നത്. അത്തരത്തിൽ ഒരു ശാസ്ത്രീയമായ രീതിയിൽ ഒരു ഫോൺ ചോർത്തൽ നടന്നിട്ടില്ല. അതിന് യാതൊരുവിധ തെളിവും ഇതുവരെ പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വ്യക്തമാക്കുന്നത്. അതായത് പി.വി. അൻവർ ഒരു ക്രിമിനൽ കുറ്റം ചെയ്തതായി ഇതുവരെ പോലീസിന് തെളിവൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഫോൺ ചോർത്തി എന്നുള്ളത് അൻവറിന്റെ ഒരു തള്ളായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ.